അത് ഇതുവരെ ചെയ്യാത്തില്ല. ഈ പടത്തിനകത്തൊരു എണ്ണയക്കാരനാണ്, ഒരു തോക്ക് തന്നാൽ ഞാൻ പലരെയും വെടിവെച്ചെടുപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അതിങ്ങനെ നിങ്ങൾ എല്ലാവരോടും നന്ദി പറയുകയാണ്, അതിന് എല്ലാവരും എത്തിച്ചേർന്നതിൽ. ഇത് എന്നെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമുള്ളൊരു ദിവസമാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, രതീഷ് സംവിധായകനാകുന്നു എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിലെ എൻ്റെ ഒരാൾ സംവിധാനത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നത്. കോക്ടെയിൽ എന്ന് പറയുന്ന സിനിമയിൽ തുടങ്ങിയ സൗഹൃദമാണ്. അതിനുശേഷം ഞങ്ങൾ ഒരുപാട് സിനിമകൾ ചെയ്തു. ബ്യൂട്ടിഫുൾ ആണെങ്കിലും തൃശ്ശൂർ പൂരം എഴുതിയിട്ടുള്ളത് രതീഷാണ്. എൻ്റെ മ്യൂസിക് ഡയറക്ടർ ആവുന്നതിനെയാണ്. എനിക്ക് തോന്നുന്നു മ്യൂസിക് ഡയറക്ടർ ആദ്യമായിട്ടായിരിക്കും ഡയറക്ടർ ആവണല്ലേ. അപ്പോൾ അതൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. ഞങ്ങൾ ഒരുപാട് സ്ക്രിപ്റ്റുകൾ വർക്ക് ചെയ്തിരുന്നു, പക്ഷേ ഇതിലേക്കാണ് നമ്മൾ വന്ന് ലാൻഡ് ചെയ്തത്. പക്ഷേ ഇതൊരു കുറച്ച് വലിയ സിനിമ ആയതുകൊണ്ട് ഇത് ആരെ കൊണ്ട് ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്നൊരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്യാപ്റ്റൻ എന്ന് പറയുന്ന സിനിമയുടെ ക്യാപ്റ്റനെ തന്നെ നമ്മൾ വിളിച്ചു, ജോബി ചേൻ സ്ക്രിപ്റ്റ് കേട്ടു. അപ്പം തന്നെ നമ്മളിത് ചെയ്യുന്നു പറയാറ്. ജോബി ചേൻ അങ്ങനെയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതെനിക്ക് ഭയങ്കര സന്തോഷം വെച്ചാൽ സിനിമ കേട്ട് കഴിഞ്ഞപ്പോൾ ഓരോ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ എക്സൈറ്റ്മെന്റ് നോക്കി കാണുന്നു. അപ്പോൾ സിനിമയുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന സജഷൻസ് പറയുന്ന ഒരു പ്രൊഡ്യൂസറെ കിട്ടിയത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു പാൻ ഇന്ത്യൻ ഫിലിം തന്നെ ആയി മാറട്ടെ. പിന്നെ ഇതുപോലെ തന്നെ പുതിയ ഡിസ്ട്രിബ്യൂട്ടറെ നമുക്ക് കിട്ടിയിരിക്കുന്നു. അതൊരു ഗംഭീര സിനിമയായി തന്നെ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു നല്ല നിമിഷം സമ്മാനിച്ച ജഗദീശനോട് ഈ സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു. രതീഷിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. വെൽക്കം ടു മലയാളം സിനിമ. Actually, ever since I debuted with Iridi Sutra, which was about 10 to 11 years ago, and fun fact, I just realized that I met Sir at the National Awards about 9 to 10 years back, and now we're meeting again for Operation Trial. So I guess it was destined to happen for me. About Ratish sir, when I first spoke to him, I loved his energy on call. So I was always obviously a little nervous when I was approaching, my call with him for the first time. But he just kept saying, "Don't worry, we'll rock it." And that just made me feel so happy, and I'm so glad to see that he's so confident and vibrant in his energy. I also just found out that he's been working on this for about 4 years, and that this is his dream project. And I'm very happy to say that now it's my dream project too, and I'm so happy to be a part of this. Thank you so much guys for this lovely opportunity, and let's really rock it. Let's go. Thank you so much. Namaskaram. I'm going to keep it very short. Basically, when I started in Indian cinema, there was one thing everyone said, that the Malayalam industry has the best scripts, the best writers, the best directors, and some of the best actors. So I'm just so happy that I have an opportunity to work with such great talent. And yeah, let's make this pan India and let's make this film big. Thank you so much. എല്ലാവർക്കും നമസ്കാരം. ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ സിനിമയിൽ മഴവിൽ തുള്ളികൾ എന്ന് പറഞ്ഞ പാട്ട് ചെയ്ത മഹാനാണ് ഈ നിൽക്കുന്നത് ജയൻ. അത് ജയന്റെ കരിയറിലെ ഏറ്റവും നല്ല ഒരു ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ 3 പേരും ഒരുമിച്ച ഒരു സിനിമ, അത് 16 വർഷമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ് രതീഷിനെ. കുറച്ചാൾ രതീഷെ കാണാനില്ല. അപ്പൊ ഞാൻ രതീഷിനത് പറയുകയാണ്, നമ്മൾ പണ്ട് സിനിമയിൽ പറഞ്ഞ പോലെ തന്നെ ഈ പുലി പതുങ്ങുന്നത് പേടിച്ചിട്ടല്ല, അത് വളരെ വീറോടുകൂടി തിരിച്ച് ചാടി വരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് രതീഷെ കുറച്ചാൾ കാണാനില്ലായിരുന്നു. ഇപ്പൊ വളരെ ഗംഭീരമായ ഒരു സിനിമയോടുകൂടി അതിനെ വരികയാണ്. എന്തായാലും ജയനുമായിട്ട് കുറെ നാളായി വർക്ക് ചെയ്യില്ല. ജയനോട് വർക്ക് ചെയ്യുന്നു, രതീഷോട് വർക്ക് ചെയ്യുന്നു, ജോബി സാറിനോട് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. വളരെ സന്തോഷം. രാജ്യസ്നേഹം കുറച്ച് കൂടുതലാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ എണ്ണയക്കാരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് ഇതുവരെ ചെയ്യാത്തില്ല. ഈ പടത്തിനകത്തൊരു എണ്ണയക്കാരനാണ്, ഒരു തോക്ക് തന്നാൽ ഞാൻ പലരെയും വെടിവെച്ചെടുപ്പിക്കുകയാണ്. അതിന്റെ ഒരു കുറവുകൂടെ ഉള്ളൂ. എന്തായാലും വളരെ സന്തോഷം. ഈ സിനിമ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെ ആഗ്രഹം പോലെ തന്നെ ഭയങ്കര സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവട്ടെ. എല്ലാ പ്രാർത്ഥനകളും. താങ്ക് യു. നമസ്കാരം. താങ്ക് യു. എല്ലാവരും എത്തിയതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു. ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത് ജയേട്ടനാണ്. സുധി വാർത്തീകം എന്ന് പറഞ്ഞ സിനിമയിലോട്ട് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട്
സിനിമയിൽ ഒരു നടനായിട്ട് കയറി അതായിട്ടൊരു സിനിമയിലൊരു ഒരു പ്ലേസ് ആണ് ചോദിച്ചതാണ് ബ്രഹാമിന്റെ സംഗതികളിൽ സംഗതിയായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. താങ്ക് യു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ സിനിമയിലൂടെ എനിക്ക് ഒരുപാട് സന്തോഷം. ചേട്ടൻ്റെ കൂടെയും ചോദിച്ചതിലൂടെയൊക്കെ ഒരു സിനിമയിൽ കൂടി ഒരുപാട് സിനിമകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പൊ അത് നല്ലൊരു സിനിമയായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നവി ഇതിന്റെ DOP ആദ്യമായിട്ട് ഞാൻ വെച്ചത് എൻ്റെ വീട്ടാണ്. അപ്പൊ അവന്റെ രണ്ടാമത്തെ സിനിമയായ ഓപ്പറേഷൻ ട്രയൽ എന്തായാലും ഗംഭീരമായിട്ട് നല്ല വിഷ്വൽസും അടിപൊളിയായിരിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. നല്ല ഗംഭീര വിഷ്വൽസ് ആയിരിക്കും ഈ സിനിമ. താങ്ക് യു.